ഹായ് ഫ്രണ്ട്സ്, അഡീന ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അഗ്ലോണിമ എങ്ങനെയാണ് കട്ട് ചെയ്ത് 15 ദിവസം കൊണ്ട് വേര് പിടിപ്പിക്കുന്നത്, അത് എങ്ങനെയാണ് നടാനുള്ളത്, അത് തൈകൾ പെട്ടെന്നുണ്ടാകാൻ വേണ്ടി എന്ത് വളമാണ് കൊടുക്കുന്നത് എന്നെല്ലാമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കമൻറ്റും ലൈക്കും തരണേ. ഹൈബ്രിഡ് അഗ്ലോണിമ കട്ട് ചെയ്ത് നമ്മൾ വേര് പിടിപ്പിക്കുമ്പോൾ ഈ ചൂട് കാലത്തും നല്ല രീതിയിൽ അതിൻ്റെ ഇലകളൊന്നും വാടാതെയും കരിയാതെയും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അഗ്ലോണിമ. അപ്പോൾ എൻ്റെ അഗ്ലോണിമ കളക്ഷൻ ഇതൊക്കെയാണ്. ഈ അഗ്ലോണിമകളെല്ലാം ഞാൻ 3-4 മാസം മുമ്പ് സെയിലിന് ഇട്ട അഗ്ലോണിമയിലുള്ള ഒരേ തൈകൾ ഞാനെടുത്ത് മാറ്റി നട്ട് പിടിപ്പിച്ചതാണ്. അതിൽ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന്, അതിന് ഞാൻ ചെയ്യുന്ന വളങ്ങൾ ഏതൊക്കെ വേണമെന്ന് ആണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമയാണ് ഞാൻ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു 3 മാസം മുമ്പ് വേറൊരു ചെടിയിൽ നിന്നും കട്ട് ചെയ്ത് നട്ടു പിടിപ്പിച്ചതാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ നട്ടു പിടിപ്പിച്ചതാണ്. ഇതിൽ ഇപ്പോൾ 2-3 മാസം കൊണ്ട് തന്നെ 2-3 തൈകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൂട്ടിലും ഇതിൻ്റെ സൈഡിലുമായിട്ട്. ഇതാണ് ഞാൻ മുറിച്ച് വേര് പിടിപ്പിച്ച തൈ. അതിലും 2-3 തൈകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 2-3 തൈകൾ ഞാൻ കൊടുക്കുകയും ചെയ്തു, സെയിലിനിട്ടായിരുന്നു. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതും ആ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് നട്ടതാണ്. എന്നിട്ട് അതിൻ്റെ മൂട്ടിൽ നിന്ന് കിളിർത്ത് വന്ന തൈകളാണ് ഇതെല്ലാം കൊടുത്തത്. ഒറ്റ തൈ മാത്രമേ ഞാൻ സെയിലിനിട്ടിട്ട് എല്ലാം നട്ടിട്ടുള്ളായിരുന്നു. എനിക്കായിട്ട് ഞാൻ നട്ടിട്ടുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ സെയിൽ ചെയ്തായിരുന്നു. ഇതിലും 3-4 തൈകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിലും തൈകൾ വന്നു. ഇതൊക്കെ തൈകൾ പെട്ടെന്ന് വരാത്ത ചെടികളാണ്. ഇതിലെല്ലാം തൈകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച തൈകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല ഒരു പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. അതിനുശേഷം ഇതുപോലെ മുകൾ ഭാഗത്ത് ഒരു തൈ കിളിർത്ത് വരുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം വെച്ച് കട്ട് ചെയ്യണം. താഴത്തെ ഭാഗത്തുനിന്നും 2 തൈകൾ കിളിച്ച് വരുന്നുണ്ട്. ഇത് മുറിച്ച് കൊടുക്കുമ്പോൾ ആ തൈ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ്. ഈ മുറിച്ച ഭാഗങ്ങളിൽ സാഫ് പുരട്ടി കൊടുക്കണം. മുറിച്ച ഭാഗത്തും സാഫ് പുരട്ടി കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത തൈയുടെ മുറിച്ച ഭാഗവും സാഫ് പുരട്ടി എടുക്കണം. ഇത് 2 തൈയാണ് ഞാൻ മുറിച്ചെടുത്തത്. 2 തൈയാണ് പൊട്ടിക്കിളിർത്ത് വന്നിട്ടുള്ളത്. അത് 2 തൈയായിട്ട് തന്നെയാണ് ഞാൻ നടുന്നത്. 2ആയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അവിടെയും സാഫ് പുരട്ടി കൊടുക്കണം മുറിച്ച ഭാഗങ്ങളിൽ. ഇതിനൊരു പൂ വന്ന ഒരു തണ്ടാണ്, അത് മുറിച്ച് കളഞ്ഞു. ഇതുപോലെ ആക്കിയെടുക്കണം. രണ്ട് മുറിഭാഗങ്ങളിലും സാഫ് പുരട്ടി കൊടുക്കണം. സാഫ് പുരട്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതൊന്ന് അതിൽ പിടിച്ച് വരാൻ വേണ്ടി. ഒരുപാട് സമയമൊന്നും പുറത്ത് വെച്ചേക്കണ്ട, ചെടി വാടിപ്പോവും. ഇതും ഞാൻ ഒരു അഗ്ലോണിമ നേരത്തെ കട്ട് ചെയ്ത് നട്ടതാണ്. കട്ട് ചെയ്തതിൻ്റെ മൂട് ഭാഗവും കട്ട് ചെയ്തതിൽ നിന്ന് തന്നെ പൊടിച്ച് വന്ന ഒരു അഗ്ലോണിമയുടെ തൈയാണ്. ഇതും ഞാനതിന് 2 കഷ്ണമാക്കി മുറിച്ച് നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2-3 തൈകൾ പെട്ടെന്ന് തന്നെ വരും. ഇത് വേര് വന്ന തണ്ടാണെങ്കിലും ഇതുപോലെ മുറിച്ച് എല്ലാ ഭാഗങ്ങളിലും സാഫ് തേച്ച് നട്ടുകൊടുത്താൽ തോന തൈകളുണ്ടാകും. ഇത് വേണമെങ്കിൽ 2-3 കഷ്ണം കൂടിയായിട്ട് മുറിച്ച് നടാം. അപ്പം തൈകൾ കൂടുതൽ കിട്ടും. ഞാനിപ്പോൾ ഇത് 2ആയിട്ട് മാത്രമാണ് കട്ട് ചെയ്ത് നടാൻ ഉദ്ദേശിക്കുന്നത്. മുറിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സാഫ് തേച്ച് കൊടുക്കണം. ഇത് ആയിരുന്നു എൻ്റെ പഴയ മദർ പ്ലാന്റ്. ഈ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തതാണ് ഇപ്പം ഞാൻ നേരത്തെ മുറിച്ച് നടാനായിട്ട് എടുത്തത്. ഇതിൽ നിന്ന് കട്ട് ചെയ്തതാണ്. അതിലിപ്പം വേറെ 3-4 തൈകളുണ്ടായിരുന്നു വലുത്. അത് ഞാൻ സെയിലിനിട്ട് ഇപ്പം വേറെ തൈകൾ വരുന്നുണ്ട് നിറച്ച്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. വേറൊരു അഗ്ലോണിമ കൂടിയുണ്ട്. ഇതും ഒരു അഗ്ലോണിമയാണ്.
ഗ്രീനിലൊരു വൈറ്റ് ഡിസൈനുള്ളതാണ്. അത് നല്ല നീളം വെച്ചതുകൊണ്ട് അതും മുറിച്ച് ഞാൻ നടാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തൈകൾ മുറിച്ച് വേര് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ചെറിയ ഒരു ഹോളുള്ള പോട്ടിലെടുത്ത് അതിനകത്ത് ഇതുപോലെ അടിയിൽ ഹോള് മണ്ണുകൊണ്ട് അടഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കല്ലോ കട്ടയോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് എംസാൻഡാണ്. മണ്ണും ഒന്നും ചേർത്തിട്ടില്ല, വളങ്ങളും ഒന്നും ചേർത്തിട്ടില്ല, വെറും എംസാൻഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് എംസാൻഡ് ഇതുപോലെ ചട്ടിയിൽ നിറയ്ക്കണം. നിറച്ചതിന് ശേഷം ഇതുപോലെ തൈ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കി ചട്ടിയുടെ ബാക്കി ഭാഗം കൂടി ഫില്ല് ചെയ്യണം. നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചെടികൾക്കെല്ലാം പെട്ടെന്ന് വേര് വരാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിതിന് DAP ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ ഒരു 7-8 തരി DAP അതിൻ്റെ ചുറ്റാക മൂടിളക്കിയിട്ട് ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായത്. ഇതുപോലെ സാഫ് കലക്കിയ വെള്ളം ഇതിൻ്റെ ഒഴിച്ച് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഒരു 15-20 ദിവസം നമുക്ക് പിന്നെ വെള്ളം കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇതുപോലെ സാഫ് ഇട്ടതിന് ശേഷം നല്ലോണം കലക്കണം. വെള്ളം നല്ല കലക്കിയതിന് ശേഷം ഇതുപോലെ നടുന്ന എല്ലാ ചെടിക്കും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിപ്പോൾ ഒരു 15 ദിവസത്തേക്ക് മൂടി 15 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നനവില്ലെങ്കിൽ നനവുണ്ടാവും. ഇത് നല്ല ഇമ്മ്യൂണിറ്റി നിന്ന് നല്ല വെള്ളം ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കവറിളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കവറിട്ട് മൂടി വയ്ക്കുക. അല്ലെങ്കിൽ കവർ തുറന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഈ ഇലകൾ ചാഞ്ഞു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഇതുപോലെ ചെറുതായി ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കവറിട്ട് മൂടി വെച്ചാൽ മതി. മൂടിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ചട്ടിയിൽ കെട്ടി വയ്ക്കണം. എന്നാലേ ഇതിൽ നിന്നുണ്ടാകുന്ന നീരാവി വെള്ളം അതിനകത്ത് നിൽക്കുകയുള്ളൂ. നിന്നാലേ ഇത് ഫ്രഷായിട്ടിരിക്കുകയുള്ളൂ. ഈ ചെടിയുടെ ഒരു ഇല പോലും വാടാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ തന്നെ നമുക്ക് 15 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. ഞാനിങ്ങനെയാണ് എല്ലാ ചെടികളും വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അഗ്ലോണിമ എല്ലാം മഴ സമയങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് വേര് പിടിപ്പിച്ചെടുത്തത്. ഒറ്റ ചെടികൾ പോലും വാടിപ്പോവുകയോ ചീഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇതുപോലെ കുറച്ച് വളർന്ന് നീളം വെച്ച് വരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കും. അങ്ങനെ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം അതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ കുറേ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. ആ തൈകൾ വളർന്നു വരാനുള്ള അതിനുള്ള ഒരു സ്ഥലവും ആ ചട്ടിക്ക് കിട്ടും. അപ്പോൾ ഇത് വേറെ തൈയായി വരും. ഇതിൽ നിന്നും പിന്നെ നല്ല തൈകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ കവറിട്ട് നല്ല ഇറുക്കി കെട്ടി കൊടുക്കണം. നല്ല ഒരു ശകലം പോലെ നീരാവി പുറത്തു പോകാത്ത രീതിയിൽ കെട്ടി കൊടുക്കണം. അപ്പോഴും ഇതിനകത്ത് നല്ല രീതിയിൽ നീരാവി നിന്ന് ഇതിനകത്തുള്ള വെള്ളം ഇതിനാവശ്യമുള്ള വെള്ളം അവിടെ തന്നെ കിട്ടും. ഇതുപോലെ എല്ലാ ചെടികളും അതുപോലെ തന്നെയാണ് ഞാൻ നടുന്നത്. നട്ടതിന് ശേഷം കാണിക്കാം. എനിക്ക് ഒരുപാട് അഗ്ലോണിമ കളക്ഷനൊന്നുമില്ല. കൂടുതലും ഉള്ളത് നാടനാണ്. ഹൈബ്രിഡിൻ്റെ 2-3 സൈസ് മാത്രമേ ഹൈബ്രിഡിൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം നാടൻ അഗ്ലോണിമയാണ്. ഇനി കുറച്ച് അഗ്ലോണിമകളെല്ലാം ഹൈബ്രിഡിൻ്റെ വാങ്ങണം. ഇത് തന്നെ ഞാൻ പെട്ടെന്ന് ഇതുപോലെ ചെയ്ത് തൈകളാക്കി ഇട്ടാണ് ഞാൻ സെയിലിന് ഇടുന്നത്. ഇത് ഞാൻ 7 ദിവസം മുൻപ് നട്ടുവെച്ച ഒരു പിങ്ക് ലിപ്റ്റിക്കാണ്. ഇതാ ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. നീരാവിയൊക്കെ നല്ല രീതിയിൽ നനവും നീരാവിയും എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുവട് നല്ല നനവുണ്ട്. ഇത് ഞാനിപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്. 1 മാസം ഇതുപോലെ തന്നെ കെട്ടി വെച്ചേക്കുന്നതാണ് നല്ലത്. ഇതിനൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട്. കുറച്ച് വലിയ തൈയായിരുന്നു, അതുകൊണ്ടാണ് അത് ചാഞ്ഞ് നിന്നതുകൊണ്ടാണ് കവറും ഇട്ട് മൂടി വെച്ചപ്പോൾ ചാഞ്ഞു പോയത്. പക്ഷേ തൈക്ക് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തണലത്ത് കുറച്ച് ദിവസം വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നും കവറിട്ട് മൂടി ഒരു 10-15 ദിവസം കൂടെ വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. നല്ല ഫ്രഷായിട്ട് തിന്നും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ഇത്തിരി വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ ഇട്ട് വേറെ ചട്ടിയിലോട്ട് ഇത്തിരി വലിയ ചട്ടിയിലോട്ട് മാറ്റി നട്ടു കൊടുത്താൽ ഇഷ്ടം പോലെ തൈകൾ വരും. നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത്തിരി DAP കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പം DAP ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും.
നേരത്തെ ഞാൻ നല്ല രീതിയിൽ തന്നെ എംസാൻഡിൽ ഇതുപോലെ തൈകൾ മുറിച്ച് നട്ട് 1 മാസം 1.5 മാസം കൊണ്ട് നല്ല രീതിയിൽ ഇഷ്ടം പോലെ വേരുകൾ വന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എംസാൻഡിൽ ചെടികൾ നട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്ന് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുന്ന 3-4 ചെടികൾ ഇതാണ്. അപ്പോൾ 1-2 മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എത്രത്തോളം വേരുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.